ഹലോ എവരിവൺ, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബാക്കിൽ കാണുന്ന പോലെ ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതിൽ എങ്ങനെ അഡ്വർടൈസിങ് ചെയ്യാം, ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെ കാണിക്കാം എന്നാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് കാണുക, അവസാനം വരെ കാണുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കഥ അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ജിയോയും ഡിസ്നിയും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു പുതിയ ഇത് OTT പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് സ്ട്രീമിംഗ് മെർജ്ഡ് ജിയോ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറുകൾ ചേർന്നിട്ടാണ് പുതിയ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് ഈ റീസെന്റ് ആയിട്ട് തന്നെയാണ്, ഫെബ്രുവരി 2025 ലോഞ്ച് ചെയ്തത്. ഈ പറയുന്ന ജിയോ കൊളാബറേഷൻ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു കഥ വരുന്നത്. പിന്നെ സ്ട്രാറ്റജിക് പിന്നെ ഇതിന്റെ ഡീൽ വാല്യൂ എന്ന് പറയുന്നത് 70,000 കോടി രൂപയാണ് ഈ പറയുന്ന കൊടുത്ത് ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഡിസ്നി എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കാൻ മീൻസ് ഇന്ത്യയിൽ മാത്രം പ്രദർശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ മാത്രമുള്ള ഇവര് മെർജ് ചെയ്തിട്ടുള്ളൂ ജിയോ ആയിട്ട്. ഓക്കെ, വേൾഡ് വൈഡ് ആണല്ലോ ഈ പറയുന്ന ഡിസ്നി ഉള്ളത്. മാർക്കറ്റ് കൺട്രോള് 80% സ്ട്രീമിംഗ് ഓഡിയൻസ് ഇന്ത്യയിലാണ് പറയുന്നത് കേട്ടോ. 60% മീഡിയ ലാൻഡ്സ്കേപ്പ്, 30% OTT എന്നൊക്കെ പറയാം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ കണക്കാണ്. എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ഡിസ്നി ഉണ്ട്, അതിൽ ഇന്ത്യയിലെ കണക്കാണ് ഈ കാണിച്ചത്. അതുപോലെ ഡിസ്നി മോട്ടിവേഷൻ ടു മെർജ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്നി ഇവരോടും മെർജ് ചെയ്തത് എന്നുള്ള ചോദ്യമുണ്ട്. കുറേയധികം OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഡിസ്നി എന്ന് പറയുന്നത്. അത് മെർജ് ചെയ്തതിന്റെ മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഇൻ ഇന്ത്യ. എന്ന് വെച്ചാൽ ജിയോയ്ക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കൊടുത്താൽ മതി ഇവർക്ക്. എന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ടഡ് 0.5% ഗ്ലോബൽ റവന്യൂവിന്റെ 0.5% മാത്രമേ വരുന്നുള്ളൂ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ അംബാനിയുടെ വിഷൻ എന്ന് പറയുന്നത് ടു റൈവൽ ടോപ്പ് ഗ്ലോബൽ ക്രിയേറ്റേഴ്സ്, സ്റ്റോറി എന്റർടൈൻമെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഏതൊക്കെയോ സോറി ഗൈസ്, ഇതില് മാസീവായിട്ട് ലൈബ്രറിന്ന് ഡിസ്നി ഉണ്ട്, HBO ഉണ്ട്, അങ്ങനെ കുറച്ച് ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ. പിന്നെ പ്രീമിയം സ്പോർട്സ് റൈറ്റ്സ് എന്ന് പറയുന്നത് IPL, ICC ഇവന്റ്സ് എന്നൊക്കെ പറയുന്ന പ്രീമിയം ലീഗ്, കുറച്ച് സ്പോർട്സിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് അക്വയർ ചെയ്തുകൊണ്ടുള്ള ഗെയിം. എന്ന് വെച്ചാൽ 70,000 കോടി രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ 40 മില്യൺ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ്. 40 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കോടി ജനങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയില്. വേൾഡ് വൈഡ് നല്ല റീച്ച് ഉണ്ട് ഡിസ്നിക്ക്. അതായത് ഡിസ്നിയുടെ ഇതാണ് പറയുന്നത്. അപ്പോൾ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഇത്രയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ആനുവൽ റവന്യൂ 2,500 കോടി രൂപയാണ്. അപ്പൊ ഇതാണ് കണക്കുള്ളത്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇതില് നമുക്ക് അഡ്വർടൈസിങ് കൊടുക്കാൻ വേണ്ടി പറ്റുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ അഡ്വർടൈസിങ് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓൾറെഡി ഒരു ക്യാമ്പയിൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തൊട്ടൊരു ക്യാമ്പയിൻ എടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ URL ജസ്റ്റ് ഞാൻ പറയാം. adsmanager.hotstar.com/campaigns.
എന്ന് പറയുന്ന പിന്നെ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കയറാൻ വേണ്ടി പറ്റും. പിന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ആഡ് മാനേജറിൽ കയറാൻ വേണ്ടി പറ്റും. മീൻസ് ജിയോ ഹോട്ട്സ്റ്റാർ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക, സൈഡിൽ കാണുന്ന ക്യാമ്പയിൻ കൊടുക്കുക. നമ്മുടെ ബ്രാൻഡ് ഇപ്പം അറിയാലോ, മാർക്കറ്റ് ആഡ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പയിൻ ടൈപ്പ് നമുക്ക് ഏത് കൊടുക്കാം? സ്പോർട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം പല സ്പോർട്സിലും ഇവർക്ക് പിന്നെ റൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിലെല്ലാം അതിൽ വരുന്ന സ്പോർട്സിൽ വരുന്ന എല്ലാത്തിലും നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ എന്റർടൈൻമെന്റ്, അതിൽ വരുന്ന മൂവീസ് മറ്റ് ഷോസും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്റർടൈൻമെന്റ് എടുക്കാം. എന്റർടൈൻമെന്റിൽ ക്ലാസിക് ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് ആഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ആഡ്സ് എടുക്കാം. ഓക്കെ, ക്രിയേറ്റ് ആഡ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള പിന്നെ അഡ്വർടൈസ്മെന്റ് പ്ലേസ് ചെയ്യാനുള്ള ഏരിയാസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ OTT കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും, പല ഏരിയാസ് നമുക്ക് അഡ്വർടൈസിങ് കാണാൻ വേണ്ടി പറ്റും. ആദ്യം ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ അഡ്വർടൈസിങ് കാണാം, പിന്നെ മിഡിൽ അതിൻ്റെ മിഡ് പോർഷനിൽ അഡ്വർടൈസിങ് കാണാം, പിന്നെ ബിൽ ബോർഡായിട്ട് മുകളിൽ കാണാൻ വേണ്ടി പറ്റും, ഫ്രെയിംസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസ് കാണിക്കും. ഓക്കെ, ബിൽ ബോർഡ് ഏത് ടൈപ്പ്, അതായത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് കാണിക്കും എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന്. അപ്പൊ ഇത് ബിൽ ബോർഡ് ടൈപ്പ് അഡ്വർടൈസിങ് ആണ്. ഇതാണ് ഇതിന്റെ അഡ്വർടൈസിങ് വരിക. ഓക്കെ, ബിൽ ബോർഡ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ OTT ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. OTT പിന്നെ നമ്മള് OTT എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഈ കാണുന്ന ബിൽ ബോർഡ് ടൈപ്പ് അഡ്വർടൈസിങ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ബിൽ ബോർഡ് വീഡിയോസ് ആണ്, ഓൾമോസ്റ്റ് എല്ലാത്തിലും അപ്രൂവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. ഡിസ്പ്ലേ ബിൽ ബോർഡ്, അങ്ങനെ കുറെ അധികം നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഡിസ്പ്ലേ ഫ്രെയിം ആഡ്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പ്രീ റോൾ ഫസ്റ്റ് ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് അഡ്വർടൈസിങ് കാണണം എന്ന് വെച്ചോ. ആദ്യം ആ ഒരു പിന്നെ മൂവി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അഡ്വർടൈസിങ് കാണിക്കണം, നിങ്ങളുടെ അഡ്വർടൈസിങ്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെലക്ട്, ഇപ്പൊ നെക്സ്റ്റ് പേജിലോട്ട് പോയി. അപ്പം ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 സെക്കൻഡ് വരെ, ചിലതൊക്കെ 15 സെക്കൻഡ് വരെയൊക്കെ കാണിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ മിഡിലല്ല, ഫസ്റ്റ് നമ്മൾ അഡ്വർടൈസിങ് കൊടുത്തേക്കുന്നത്. ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ ഫസ്റ്റിലാണ് നമ്മൾ അഡ്വർടൈസിങ് കൊടുത്തേക്കുന്നത്. അപ്പം 6 സെക്കൻഡ്സ് നമുക്ക് കൊടുക്കാം, 6 സെക്കൻഡ്സേ ഉള്ളൂ. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആഡ്സെറ്റ് ബഡ്ജറ്റ് ആണ്. ഇപ്പം മിനിമം 10,000 ആണ് ഇവർ പറയുന്നത്. ഓക്കെ, ഒരു 50,000 രൂപ കൊടുക്കാം. 50,000 സോറി 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഇനി സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്റ്റാർട്ടിങ് ഡേറ്റ് ഇന്നും ഒരു 5 ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഇംപ്രഷൻസ് ആണ് ഡെയിലി കാണിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിത് കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് വരുമ്പോഴൊക്കെ ഇത് അഡ്വർടൈസിങ് കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പെർ ഇംപ്രഷൻ ആണ് ഇതിന്റെ എമൗണ്ട് പോവുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് ഞാൻ സ്റ്റഡി ചെയ്യാം. ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. ഏത് ലാംഗ്വേജിലുള്ള മൂവീസ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അഡ്വർടൈസിങ് കാണിക്കേണ്ടത്, നിങ്ങളുടെ ഓഡിയൻസിലോട്ട് കാണിക്കേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. മലയാളം. മലയാളം. ഇപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ ഓപ്ഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ പിന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വരും. മൊബൈൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിൽ കണക്റ്റഡ് TV ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്കത് ജസ്റ്റ് വ്യൂ ചെയ്ത് ആൾക്കാർക്ക് വ്യൂ ചെയ്ത് പോവാന്നല്ലാതെ, സ്മാർട്ട് TV ഒക്കെ ആണെങ്കിൽ ഓക്കെ. എന്നാലും സ്മാർട്ട് TVയിലും കുറച്ചൊക്കെ പരിമിതികളുണ്ട്. ആൾക്കാരിത് എത്രത്തോളം ഇന്ററാക്റ്റീവ് ആണെന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ ജിയോഗ്രാഫി ആണ്. സ്റ്റേറ്റ് കേരള കൊടുത്തിട്ടുണ്ട്. കേരളത്തിനുള്ളിൽ മാത്രം നമുക്ക് അഡ്വർടൈസിങ് കാണിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാറിൽ കേരളത്തിന്റെ അകത്ത് ഉള്ള ഓഡിയൻസിൽ മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം നമുക്ക് അഡ്വർടൈസിങ് കാണിച്ചാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ കുറേയധികം ബംഗാളീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ഹിന്ദിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ മലയാളമാണ് ലാംഗ്വേജ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റി എന്ന് പറയുന്നത്, സിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കേരളം ഫുള്ളായിട്ട് നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഡെമോഗ്രാഫി ആണ്. ഏജ് കാറ്റഗറി നമുക്ക് ഏതൊക്കെ ഏജ് കൊടുക്കാം എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ കാണിച്ചുതരാം. ഇത്ര ഏജസ് കൊടുത്തു. ഓക്കെ, ഇത്ര ഏജസ് കൊടുക്കുമ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എസ്റ്റിമേറ്റ് ഓഡിയൻസ് റീച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ എസ്റ്റിമേറ്റ് ഇംപ്രഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, CPM ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ CPM-ന്റെ ഇത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കോസ്റ്റ് പെർ മൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണത്. CPM എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എവരി 1000 ഇംപ്രഷൻസ് ആണ്. എവരി 1000 ഇംപ്രഷൻസിനാണ് ഈ ഒരു റേറ്റ് വരിക. ഓക്കെ, 64 rupees വരിക. അപ്പം പെർ ഇംപ്രഷൻ, ഒരു ഇംപ്രഷൻസിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് വരുന്നുള്ളൂ. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും നമ്മളത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടും കൊടുത്തിട്ടേക്കാം. ഓക്കെ, ഇതൊക്കെയാണ് വളരെ നാരോ ഡൗൺ ചെയ്യുന്നത്. നമ്മുടെ ഓഡിയൻസിനെ മാത്രമായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെത് ഇപ്പോൾ അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പിന്നെ മറിഡാറ്റ്സ് എന്ന് പറയുന്ന അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫേമാണ്. അപ്പം അതുമായിട്ട് ഇപ്പം കൂടുതലും എനിക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എനിക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കേണ്ടത്. അപ്പോൾ ബിസിനസ് അടിച്ചു കൊടുത്താൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ, എന്നുവെച്ചാൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് കാണുന്ന ആൾക്കാരെയാണ് കാണിക്കേണ്ടത് എനിക്ക്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഓപ്പൺ അല്ല ഇതൊന്നും. അപ്പം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുവാണെങ്കിൽ
ഇവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് 2 നമുക്കൊരു പ്രോബ്ലം പറ്റുന്നത്, ഇത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം പറ്റുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടി വി മാറ്റിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത്രയും പേരെ കാണിക്കുന്നുണ്ടെന്ന് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലോഗോ കാണുന്നുണ്ട്, മാർഗ്രറ്റ്സിന്റെ ലോഗോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ടൈറ്റിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ അഡ്വർടൈസിങ് കൺസൾട്ടിങ്. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ നൗ, സൈൻ അപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ലേൺ മോർ കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആഡ് ക്രിയേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കാം, അല്ലെങ്കിൽ മലയാളത്തിലും കൊടുക്കാം. വീഡിയോ, ഇനി വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വീഡിയോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത് വീഡിയോ കൊടുക്കാം. ഓ, അത് ക്രിയേറ്റീവ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ക്രിയേറ്റീവ് ലാംഗ്വേജ് ആണ്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക, മലയാളത്തിലുള്ള വീഡിയോസ് ആണ് കൊടുക്കുന്നതെങ്കിൽ മലയാളം കൊടുക്കുക. ഓക്കെ, ഇവിടെ റേഷ്യോ MP4 ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 1920x1080 ആണ്. അപ്പം ലാൻഡ്സ്കേപ്പ് മോഡലിലുള്ള വീഡിയോസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, 200 MB കൂടാൻ വേണ്ടി പറ്റില്ല. ഇതും 6 സെക്കൻഡ്സിന്റെ ഇത്രയും ഇത് ഉള്ള വീഡിയോസ് ഇപ്പം ആക്ച്വലി എൻ്റെ വീഡിയോ ലൈബ്രറിയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത് ഒഴിവാക്കുമ്പോൾ ലാൻഡിങ് പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ട്രാക്കിങ് ഞാൻ പല വീഡിയോസിലും നമ്മൾ ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പം ട്രാക്കിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സേവ് ഇവിടെ ഇങ്ങനെ കാണിക്കും, അതാണ് ഒരു പ്രശ്നം. തൽക്കാലം വീഡിയോസ് നമുക്ക് ഇത് കൊടുക്കാം. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
കറക്റ്റ് വീഡിയോ കിട്ടി. ഓക്കെ ഓക്കെ ഇതിപ്പം ഇതാണ് വീഡിയോ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കാണിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ബിസിനസ് പീപ്പിൾസിനെയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. അതും ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ വീഡിയോ ആഡ് കാണും. ഒരു 5-6 സെക്കൻഡ്സിന്റെ വീഡിയോ ആഡ് കാണും. എന്നിട്ട് താഴത്തായിട്ട് ഡീറ്റെയിൽസും കാണും. ഇങ്ങനെ അഡ്വർടൈസിങ് കൺസൾട്ടിങ് എന്ന് പറയുന്ന ഡീറ്റെയിൽസും കാണും. ലേൺ മോർ കൊടുക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സേവ് കൊടുക്കാം. ഓക്കെ സേവ് ആയിട്ടുണ്ട്. ഇനി സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ എസ്റ്റിമേറ്റ് ഇംപ്രഷൻസ് കാണാൻ വേണ്ടി പറ്റും. CPM കാണാൻ വേണ്ടി പറ്റും. CPM എന്ന് പറയുന്നത് ഒരു ഇംപ്രഷനിലല്ല 1000 ഇംപ്രഷനാണ് 60 രൂപ പറയുന്നത്. ഓക്കെ ഒരു ഇംപ്രഷനെ അപ്പം ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ. ഓക്കെ 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 ഇനി എമൗണ്ട് പേ ചെയ്യാനുള്ള ഇനി ഓപ്ഷൻസ് ആണ് ഇനി കാണുന്നത്. ഓക്കെ ഇനി നമുക്ക് ഇപ്പൊ 2 ഡ്രാഫ്റ്റ് കിടപ്പുണ്ട്. എമൗണ്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഇവിടെ എമൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഹോമിലോട്ട് പോവാം. അവിടെ തന്നെ നമ്മൾ താഴത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ ആഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേങ്കിൽ ഓൺ ബോർഡിങ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഇന്ന് തന്നെയാണ് വീഡിയോയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ അവര് ചെക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ചെക്ക് ചെയ്ത് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എമൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നമ്മളെ അപ്ഡേറ്റ് പ്രൊഫൈല് കൊടുക്കുമ്പോൾ നമുക്ക് GST ചോദിക്കുന്നുണ്ട്. GST സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട്. പാൻ നമ്പർ കാർഡ് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. അപ്പം പക്ഷേങ്കിൽ ഇത് ഇല്ലാതെ തന്നെ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ അവരുടെ ഓൺ ബോർഡ് ചെയ്യുന്ന അപ്രൂവൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ജിയോന്റെ സൈഡിൽ നിന്ന്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അഡ്വർടൈസിങ് ഈ പറയുന്ന OTT-ലെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ എന്തായാലും ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ വേറൊരു OTT പ്ലാറ്റ്ഫോമുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ആമസോൺ പ്രൈം അങ്ങനെ കുറേ അധികം OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം എങ്ങനെയാണ് അഡ്വർടൈസിങ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ എന്തായാലും താങ്ക് യു.